മനുഷ്യന് വേണ്ടി ദൈവം മരിച്ച ദിവസം, ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ലോകമെങ്ങും രക്ഷാകരമായ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന അനുഗ്രഹീത ദിവസമാണല്ലോ ഇന്ന്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയാൻ, ജീവൻ ബലിയായി നൽകിയ നമ്മുടെ ദൈവത്തിന് വേണ്ടി ജീവിതത്തെ തന്നെ സമർപ്പിക്കുവാൻ നമ്മെ സ്നേഹപൂർവ്വം ഈ ദിവസം ക്ഷണിക്കുകയാണ്. ഒരാൾ ചോദിച്ചു പോലും, യേശു എന്തിനാണ് ഇങ്ങനെ കുരിശിൽ 2 കൈയും വിരിച്ചു കിടന്ന് മരിച്ചത്? മറ്റൊരാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വെളിപ്പെടുത്താനും തൻ്റെ 2 കൈകളും വിരിച്ച് ഈ ലോകത്തെ സ്നേഹപൂർവം കെട്ടിപ്പിടിക്കാനും വേണ്ടിയാണ്. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ മനസ്സിൽ ധ്യാനിക്കേണ്ടുന്നത് ആഴമായ ദൈവസ്നേഹത്തെ കുറിച്ചാണ്. ഒപ്പം ദൈവം എന്നെ ആഴമായി സ്നേഹിക്കുന്നതിനോട് തിരിച്ച് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച്. 2 കൂട്ടം മനുഷ്യരെ നമ്മൾ ഈ ദിവസം പരിചയപ്പെടാറുണ്ട്. ഒന്ന്, എല്ലാറ്റിൻ്റെയും മുൻപിൽ എനിക്കൊരു പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകി മാറുന്ന പീലാത്തോസിൻ്റെ മനസ്സുള്ള മനുഷ്യൻ. മറ്റൊന്ന്, യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ സഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാനും ആവുന്ന വിധത്തിൽ അവർക്ക് ആശ്വാസമായിട്ട് തീരാൻ മനസ്സ് കാണിക്കുന്ന മറ്റൊരു വിഭാഗം. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം മനുഷ്യന് വേണ്ടി മരിച്ച ദിവസമാണെങ്കിൽ ഇനി മനുഷ്യരായ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഈ ദിവസം ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം ദൈവം 2 കരവും വിരിച്ച് നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത്, നമ്മൾ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ എനിക്കൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് കൈകഴുകി മാറുന്ന പീലാത്തോസുമാരാണോ, അതോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾക്ക് ആവുന്ന വിധത്തിൽ ആശ്വാസം പകരുന്ന കുറേനക്കാരനായ ശീമോനെ പോലെ കുരിശ് താങ്ങിക്കൊടുക്കാൻ താല്പര്യമുള്ള മനുഷ്യരും? ഈ വിശുദ്ധ ദിനം നമുക്ക് വേണ്ടി ഒരു ദൈവം മരിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാകട്ടെ. എല്ലാവർക്കും ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.